സിജു കണ്ണൻ കൂടി ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. സിജു കണ്ണൻ, ഇപ്പോൾ നമുക്കറിയാം മുൻ ആരോഗ്യമന്ത്രി കൂടിയായിരുന്ന കെ ശൈലജ ടീച്ചറാണ് നമ്മോട് പ്രതികരിച്ചത്. ടീച്ചർ പറഞ്ഞതുപോലെ ജനങ്ങൾ ഇതിനെതിരെ പ്രതികരിക്കണമെന്നാണ് ഇപ്പോൾ ടീച്ചർ വ്യക്തമാക്കിയത്. അതായത് ഇതിനു മുൻപ് ഇത്തരത്തിലൊരു സാഹചര്യം കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ഒരു ബോർഡ് വെച്ച് ഒരു ആശുപത്രി പൂട്ടുകയാണ്, അല്ലെങ്കിൽ ഇനി ഈ കുടുംബാരോഗ്യ കേന്ദ്രം പ്രവർത്തിക്കില്ല എന്ന് എഴുതിയൊരു സാഹചര്യം കേരളത്തിൽ നമ്മൾ ആരും കണ്ടിട്ടില്ല. അതായത് ഈ ആരോഗ്യ മേഖല താറുമാറാകുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ്. ഇത് ഈ കേരളത്തിലെ ജനങ്ങളെയാണ് ബാധിക്കുന്നത്. ഇതിനെതിരെ ജനങ്ങൾ മുന്നിട്ടിറങ്ങണം, ജനങ്ങൾ ഇതിനെതിരെ പ്രതിഷേധിക്കണമെന്നാണ് ഇപ്പോൾ ടീച്ചർ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത്. ഈ കുടുംബാരോഗ്യ കേന്ദ്രം ഈ കെ ശൈലജ ടീച്ചർ ഉദ്ഘാടനം ചെയ്തൊരു ആശുപത്രി കൂടിയാണ്, എല്ലാ സൗകര്യങ്ങളോടും കൂടി. അവന്തിക, സാന്ദർഭികമായി ഇപ്പോൾ ടീച്ചർ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുമ്പോൾ, ശൈലജ ടീച്ചർ പ്രതികരിക്കുമ്പോൾ ഇവിടെയുള്ള നാട്ടുകാരാണ് ഓർമ്മിപ്പിച്ചത്. കാരണം ടീച്ചർ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരിക്കുന്ന സമയത്താണ് ഏറ്റവും മികച്ച സൗകര്യങ്ങളോടുകൂടി ഈ പാണത്തൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെ ഈ കെട്ടിടം ഉൾപ്പെടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എന്നുള്ളതാണ്. പക്ഷേ അതേ ടീച്ചർക്ക് തന്നെ ഇപ്പോൾ അത് അടച്ചുപൂട്ടുന്നു, ഡോക്ടർമാർ ഇല്ലാത്തതിനാൽ സേവനം ലഭ്യമല്ല എന്ന തരത്തിലുള്ള വാർത്തയുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. വളരെ സാധാരണമായ ഒരു കാര്യമെന്ന നിലയിലാണ് ഒരു ബോർഡ് വെക്കുന്നു, അതിനകത്ത് ഇനി മുതൽ ഡോക്ടർമാരുടെ സേവനമില്ലാത്തതിനാൽ ഇവിടെ ആശുപത്രി പ്രവർത്തിക്കുന്നതല്ല എന്നൊരു ബോർഡ് വെക്കുന്നത്. ഇത് ജനങ്ങളോടുള്ളൊരു വെല്ലുവിളിയാണ്. ഏതായാലും നേരത്തെ നിരവധി ആളുകൾ പ്രതികരിച്ചു. ടീച്ചർ സൂചിപ്പിച്ചതും അതാണ്, ജനങ്ങൾ ഇതിനെ ഒറ്റക്കെട്ടായി പ്രതിരോധിക്കണം എന്നുള്ളതാണ് ടീച്ചർ സൂചിപ്പിച്ചത്. ഇപ്പോൾ ഈ പാണത്തൂരിലൊരു വ്യാപാരി കൂടിയായ സുനിൽ കൂടെ ചേരുന്നുണ്ട്. എന്താണ് നിലവിലെ ഇവിടുത്തെ ഒരു സാഹചര്യം? എങ്ങനെയാണ് ഇത് പാണത്തൂരിനെ ബാധിക്കാൻ പോകുന്നത്? കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും പിന്നോക്കാവസ്ഥയിൽ കിടക്കുന്ന ഒരു പ്രദേശമാണ് പനത്തരി ഗ്രാമപഞ്ചായത്ത്. അതിർത്തി പ്രദേശമാണ്. അതോടൊപ്പം സാമ്പത്തികമായിട്ടും മറ്റെല്ലാ മേഖലകളിലും ആരോഗ്യപരമായിട്ടും എല്ലാ മേഖലകളിലും പുറകോട്ട് നിൽക്കുന്ന ഒരു പ്രദേശമാണ് പാണത്തൂർ. അതോടൊപ്പം തന്നെ SC/ST മേഖലകൾ കണ്ടമാനം തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണ്. ഇപ്പം നമുക്ക് പെട്ടെന്ന് ഒരു ആവശ്യം വന്നാൽ ആശ്രയിക്കേണ്ടത് 22 കിലോമീറ്റർ അകലെയുള്ള താലൂക്ക് ഹോസ്പിറ്റലായ പൂടങ്കലും അതോടൊപ്പം കാഞ്ഞങ്ങാടുമാണ്. കാഞ്ഞങ്ങാട് പോകണം 44-45 കിലോമീറ്റർ സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഈ റോഡും വളരെ സൗകര്യങ്ങളൊക്കെ ഗതാഗത സൗകര്യങ്ങൾ വളരെ മോശമായ സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് അവരെ അവിടെ എത്തിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള പ്രയാസമാണ്. ഈ അടുത്ത കാലത്ത് തന്നെ ചികിത്സ ലഭിക്കാതെ ഒട്ടേറെ മരണങ്ങൾ വരെ ഈ പ്രദേശത്ത് സംഭവിച്ചിട്ടുണ്ട് ഈ അടുത്ത കാലത്തൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ കൂടുതൽ ദീർഘിപ്പിക്കുന്ന എല്ലാവരും വിശദമായിട്ട് കാര്യങ്ങൾ സംസാരിച്ചുമാണ്. പ്രദേശത്തെ ആരോഗ്യ മേഖലയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ട മേഖലയാണ് ആരോഗ്യ മേഖല. അപ്പോൾ ആരോഗ്യ മേഖലയിൽ ഇത്തരം പെട്ടെന്നൊരു നോട്ടീസ് പതിപ്പിച്ച് 3 ഡോക്ടർമാരുണ്ടായിരുന്ന ഹോസ്പിറ്റലിൽ പെട്ടെന്നൊരു നോട്ടീസ് പതിപ്പിച്ചുകൊണ്ട് നാളെ മുതൽ ഇല്ല എന്ന് പറയുമ്പോൾ അത് പ്രദേശത്തെ ജനങ്ങൾക്ക് ആശങ്കയുണ്ട്. അതോടൊപ്പം തന്നെ ദിവസേന 60 വയസ്സിന് മുകളിലുള്ള 70 വയസ്സിന് മുകളിലുള്ള ആൾക്കാർ ദിവസേന വന്ന് മരുന്ന് മേടിക്കുന്നവർ, അവർക്കൊന്ന് പെട്ടെന്ന് ദൂരെ സ്ഥലത്തേക്ക് പോകാൻ പ്രായോഗികമായ കുറേ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഉണ്ട്. അതിനൊക്കെ ഒരു ശാശ്വത പരിഹാരം കാരണമെന്നാണ് ഞങ്ങൾ ഈ പ്രദേശത്തെ കച്ചവട പ്രതിനിധികൾ നമ്മൾ ആവശ്യപ്പെടുന്നത്. അവന്തിക, ഏതായാലും ശക്തമായ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്തിക്കൊണ്ടുവരാൻ തന്നെയാണ് നാട്ടുകാരുടെ തീരുമാനം. വലിയ ബുദ്ധിമുട്ടിലേക്ക് കാര്യങ്ങളെത്തും. ഏറ്റവും സാധാരണക്കാരായ നിരവധി മനുഷ്യർ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ്. ഉന്നതികളുണ്ട്. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, കർണാടകയിലുള്ള ആളുകളടക്കം ഇവിടെ ആശുപത്രിയിൽ സേവനം തേടി എത്തുന്നു എന്നുള്ളതാണ്. കരിക്കെ പഞ്ചായത്ത് 200 മീറ്റർ അപ്പുറത്തേക്ക് കടന്നാൽ കർണാടക കരിക്കെ പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന പ്രദേശമാണ്. അവിടെയും ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർ, ഉന്നതികൾ ഉൾപ്പെടെ താമസിക്കുന്ന ആളുകളുണ്ട്. അവരടക്കം പ്രതിദിനം ഇവിടെ എത്തി ആശുപത്രി ആശ്രയിക്കുന്നതാണ്. ഈ ആശുപത്രിയിൽ ഡോക്ടർമാരില്ലാത്ത ഒരു സാഹചര്യം എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടിലേക്ക് കാര്യങ്ങളെത്തും. 10-50 കിലോമീറ്റർ അകലെ പോയി ആശുപത്രിയിൽ ഡോക്ടർമാരുടെ സേവനം തേടേണ്ട സാഹചര്യത്തിലേക്ക് ജനങ്ങളെത്തും. ഏതായാലും അടിയന്തരമായി ഈ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന ഒരു ആവശ്യമാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉയർന്നു വരുന്നത്. സിജു, ഇപ്പോൾ ഇവരൊക്കെ സൂചിപ്പിച്ചതുപോലെ നിരവധി പ്രായമായവരൊക്കെ ദിനംപ്രതി ആശുപത്രിയിൽ എത്തുന്നതാണ്. അവരൊക്കെ ഇനി ഈ 10-22 കിലോമീറ്റർ താണ്ടി മറ്റൊരു ആശുപത്രിയിൽ പോവുക എന്ന് പറയുന്നത് പ്രാവർത്തികമായ ഒരു കാര്യമല്ല. ഈ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് അല്ലെങ്കിൽ ഈ ഇടയ്ക്കൊന്നും നമ്മൾ ഇത്തരത്തിൽ ഒരു ആശുപത്രി അടച്ചുപൂട്ടൽ ഭീഷണി നേരിടുന്നു എന്ന് നമ്മൾ ആരും കേട്ടിട്ടില്ല. ഈ UDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ നിരവധി വിസ്മയങ്ങൾ കാണിക്കുമെന്ന് പറഞ്ഞിരുന്നു. അതിലൊരു വിസ്മയമായിട്ടാണ് ഇതും ഇപ്പോൾ തോന്നുന്നത്. ഈ വിസ്മയത്തിലൊക്കെ ഇങ്ങനെ പകച്ചു നിൽക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾ ഇപ്പോൾ. അവധിക സൂചിപ്പിച്ചതുപോലെ ഇത്തരം വിസ്മയങ്ങളിലാണ് ജനങ്ങൾ ഒരു ഞെട്ടിത്തെറിച്ച് നിൽക്കുന്നത്, അവരാകെ പകച്ചു നിൽക്കുന്നത് എന്ന് സൂചിപ്പിക്കേണ്ടി വരും. കാരണം ഞാൻ സൂചിപ്പിച്ചിരുന്നു, കാരണം ഒരു കാരണവശാലും ഇവിടെ ഒരു ഡോക്ടർമാരില്ല എന്നൊരു ബോർഡ് പതിച്ചുകൊണ്ട് ഇന്ന് മുതൽ സേവനം ലഭ്യമല്ല എന്ന് പറയേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കരുതായിരുന്നു. കാരണം അത്രയും മലയോര മേഖലയാണ്, കർണാടക അതിർത്തിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രദേശമാണ്. സാധാരണ നിലയിൽ മുൻപും ആരോഗ്യ മേഖലയിൽ ഡോക്ടർമാരുടെ കുറവ് ഉണ്ടാവാറുണ്ട്, അതോടൊപ്പം തന്നെ മറ്റ് ജീവനക്കാരുടെ കുറവുണ്ടാകാറുണ്ട്. പക്ഷേ
അത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ അത് ശ്രദ്ധയിൽപ്പെടുന്ന അതേ നിമിഷം തന്നെ അത് പരിഹരിക്കുന്നതിന് വേണ്ടി തൊട്ടടുത്ത ആശുപത്രികളിൽ നിന്നോ മറ്റ് മേഖലകളിൽ നിന്നോ ഡോക്ടർമാരെ എത്തിക്കുകയും താൽക്കാലിക ചുമതല നൽകുകയും അല്ലെങ്കിൽ പുതിയ നിയമനങ്ങൾ നടത്തുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അത്തരത്തിലുള്ള ഒരു മുൻകരുതൽ മുന്നൊരുക്കങ്ങളൊന്നും ആരോഗ്യമേഖലയിൽ എടുക്കുന്നില്ല എന്നതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. ഒരുപക്ഷെ ഇത് കഴിഞ്ഞ ശേഷം ഇത്രയും വലിയ വിവാദമാകുമ്പോൾ ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഒരു ബോർഡ് ഇങ്ങനെ ജനങ്ങൾക്ക് മുന്നിലേക്ക് ഈ ആശുപത്രി നാളെ മുതൽ പ്രവർത്തിക്കുന്നതല്ല, അനിശ്ചിതകാലത്തേക്ക് ഡോക്ടർമാർ ഉണ്ടാവില്ല എന്ന് പറഞ്ഞൊരു ബോർഡ് പതിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ ആശങ്കയിലാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തരുതായിരുന്നു. എല്ലാ മേഖലയിലും കാണുന്നത് പോലെ തന്നെ ആരോഗ്യ മേഖലയിലും ഇത്തരം മുന്നൊരുക്കങ്ങൾ, കാരണം ഒരു ഏകോപനമില്ലായ്മയുടെ ഒരു പ്രശ്നമായി വേണം ഇതിനെ കാണാൻ. കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചാണെങ്കിലും പല മേഖലയിലും ഇത്തരം പ്രശ്നം ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് 20 കിലോമീറ്റർ അപ്പുറത്ത് പൂടംകല്ല് ജനകീയ ആരോഗ്യ കേന്ദ്രം. പൂടംകല്ല് ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് 2 ആഴ്ച മുമ്പ് വന്ന ഒരു ദൃശ്യം നമ്മൾ കാണണം. ഒരു പെൺകുട്ടി സ്വന്തം അമ്മയുമായി ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തുന്നു. പക്ഷേ ആശുപത്രിയിൽ ഡോക്ടർമാരില്ലെങ്കിൽ നിങ്ങൾ MLA-യോട് പരാതിപ്പെടൂ എന്ന് ഒരു ജീവനക്കാരൻ പറയുന്ന ഒരു ദൃശ്യങ്ങളാണ് കേരളത്തിന് മുന്നിലേക്ക് വന്നത്. ഇവർക്ക് ആശ്രയിക്കാനുള്ളത് തൊട്ടടുത്തുള്ള ജനകീയ ആരോഗ്യ കേന്ദ്രമായ പൂടംകല്ലാണ്. പൂടംകല്ലും ഇതേ നിലയിലാണ് സാഹചര്യം ഉള്ളത് എന്നുള്ളതാണ്. മറ്റ് ജില്ലാ ആശുപത്രിയിലേക്ക് ഉൾപ്പെടെ എത്തണമെങ്കിൽ 50 കിലോമീറ്ററോളം ദൂരം ഈ മലയോര മേഖലയിൽ നിന്ന് പോകേണ്ടതുണ്ട്. ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഡോക്ടർമാരുടെ കുറവ് എല്ലാ കാലത്തും ഉണ്ടാകാറുണ്ട്. പക്ഷേ അതിനെ കൃത്യമായ ഏകോപനത്തോടു കൂടി പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ ഉദ്യോഗസ്ഥ തലത്തിൽ, സർക്കാർ തലത്തിൽ ഉണ്ടാകാറുണ്ട്. അത്തരം ഏകോപനമില്ലായ്മയാണ് ഇതിൻ്റെ പ്രശ്നത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം. മറ്റ് മേഖലകളിൽ നിന്നുൾപ്പെടെ ഡോക്ടർമാരെയും ജീവനക്കാരെയും നിയമിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു ദിവസം പോലും കേരളത്തിലെ സർക്കാർ ആശുപത്രി, ഏതെങ്കിലും ഒരു ആശുപത്രി പ്രവർത്തിക്കാത്ത സാഹചര്യം കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഒരു സാഹചര്യം മാറി. കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യവും ഭരണ സാഹചര്യവും എല്ലാം മാറുമ്പോൾ വെറും 2 മാസം കൊണ്ട് ഒരു ആശുപത്രിക്ക് മുന്നിൽ ഇങ്ങനെ ബോർഡ് പതിപ്പിക്കുകയാണ്. അത് കേരളത്തിലെ ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തുകയാണ്. കേരളത്തിലെ ജനങ്ങളാണ് ഇത് കാണേണ്ടത്. ഏതായാലും വലിയ പ്രതിഷേധം പാണത്തൂരിലെ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്നുറപ്പാണ്. DYFI ഉൾപ്പെടെ ശക്തമായ സമരത്തിലേക്ക് പോവുകയാണെന്ന് ഇപ്പോൾ ഈ നിമിഷം കൈരളിയുടെ ഈ വാർത്തയ്ക്കിടയിൽ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വ്യാപാരികളും ശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരുമെന്ന് പറയുന്നു. ഓട്ടോ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതിഷേധവുമായി രംഗത്ത് വരുമെന്ന് പറയുന്നു. പഞ്ചായത്ത് ആവശ്യമായ ഇടപെടൽ നടത്തുമെന്ന് നേരത്തെ പനത്തടി പഞ്ചായത്ത് പ്രസിഡന്റ് P. രഘുനാഥ് പറഞ്ഞിട്ടുണ്ട്. പഞ്ചായത്ത് MLA-യുമായി സംസാരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ DMO ഉൾപ്പെടെയുള്ള ആളുകളുമായി നേരത്തെ തന്നെ ഈ സാഹചര്യം മുൻകൂട്ടി കണ്ടുകൊണ്ട് പഞ്ചായത്ത് ഇടപെടൽ നടത്തി. ഏറ്റവും താഴെത്തട്ടിൽ ജനങ്ങളുമായി ഇടപഴകുന്നത് ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രതിനിധികളും പ്രസിഡന്റുമാരും എല്ലാമാണ്. അവർ മുൻകൂട്ടി ഇത്തരമൊരു സാഹചര്യം വരുന്നത് മനസ്സിലാക്കിക്കൊണ്ട് DMO ഉൾപ്പെടെയുള്ള ആളുകളുമായി ബന്ധപ്പെട്ടിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ അത് പരിഹരിക്കുന്നതിന് പകരം ഇവിടെ ഡോക്ടർമാരില്ലാത്തതിനാൽ അനിശ്ചിതകാലത്തേക്ക് ആശുപത്രി അടച്ചിടുന്നു എന്നൊരു ബോർഡ് പതിപ്പിക്കുക മാത്രമാണ് ചെയ്തത്. ഏതായാലും ഏകോപനമില്ലായ്മ വലിയൊരു പ്രശ്നം. മുന്നൊരുക്കമില്ലാതെ വളരെ പെട്ടെന്ന് ഇത്തരമൊരു തീരുമാനമെടുത്ത് ജനങ്ങളെ ആശങ്കയിലാക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇത് അടിയന്തരമായി പരിഹരിക്കണമെന്ന ആവശ്യമാണ് അവന്തിക ഉയരുന്നത്. സിജു, സാധാരണ നമ്മൾ കാണുന്നത് ഇപ്പോൾ ഡോക്ടർമാർ അവധിയിലാണെങ്കിൽ പകരം അതിന് വേണ്ടുന്ന ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. പകരം ഡോക്ടർമാരെ ഏർപ്പാടാക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഇതൊരു ചെറിയ ഒരു കുടുംബാരോഗ്യ കേന്ദ്രം മാത്രമല്ല, ഡെയിലി ദിവസം 300-ലധികം OP-കൾ പോകുന്ന ഒരു ആശുപത്രി കൂടിയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ഡോക്ടർമാർ അവധിയിൽ പ്രവേശിക്കുകയാണെങ്കിൽ മറ്റ് ഡോക്ടർമാരെ അവിടേക്ക് നിയമിക്കുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന നടപടിക്രമങ്ങൾ പാലിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇത്തരത്തിൽ ഒരു നടപടിക്രമങ്ങളും അവിടെ ഉണ്ടായിട്ടില്ല എന്ന് വേണം കരുതാൻ. അല്ലെങ്കിൽ ഈ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട്, ഒരു ഏകോപനക്കുറവ് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു ബോർഡ് വെച്ച് ആശുപത്രി അടച്ചു പൂട്ടുകയാണെന്ന് വ്യക്തമാക്കിയിട്ടുള്ളത്, അല്ലേ? ഞാൻ സൂചിപ്പിച്ചത് അതാണ്. ഒരു ഏകോപനമില്ലായ്മയുടെ പ്രശ്നമുണ്ട്. എല്ലാ കാലത്തും ഡോക്ടർമാരുടെ കുറവ്, ജീവനക്കാരുടെ കുറവ് നമ്മുടെ ആരോഗ്യ മേഖലയിൽ നേരിടാറുണ്ട്. പക്ഷേ അതിനെ മറികടക്കുന്നതിന് വേണ്ടി പലതരത്തിലുള്ള ഇടപെടൽ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭാഗത്ത് നിന്ന് തൊട്ട് ഈ ഉദ്യോഗസ്ഥ തലത്തിലും സർക്കാർ തലത്തിലും എല്ലാം തന്നെ സ്വീകരിക്കാറുണ്ട്. അത്തരം സമീപനങ്ങളൊന്നും സ്വീകരിച്ചില്ല, അത്തരം കാര്യങ്ങളൊന്നും ചെയ്തില്ല എന്നതാണ് ഇത്തരം പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. നേരത്തെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് രഘുനാഥ് സൂചിപ്പിച്ചതാണ്. അവർ നേരത്തെ തന്നെ ഡോക്ടർമാർ ഇവിടെ നിന്ന് അവധിയിൽ പോകുന്ന കാര്യവും അതിന് പരിഹാരം കാണണമെന്നും പഞ്ചായത്ത് തലത്തിൽ ഇടപെട്ട് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അത് പരിഹരിക്കുന്നതിനാവശ്യമായ ഇടപെടലുണ്ടായില്ല. മറ്റു മേഖലയിൽ നിന്ന് ഡോക്ടർമാരെ കൊണ്ടുവരുന്നതിനോ അല്ലെങ്കിൽ താൽക്കാലിക നിയമനം നടത്തി ഡോക്ടർമാരുടെ സേവനം ഉറപ്പുവരുത്തുന്നതിനോ ആവശ്യമായ ഒരു മുൻകരുതൽ, തയ്യാറെടുപ്പ് ഉണ്ടായില്ല എന്നുള്ളതാണ്. ഏകോപനത്തിൻ്റെ പ്രശ്നമാണ്. നിലവിലുള്ള ഇതേ സംവിധാനം വെച്ചാണ് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ ഈ പാണത്തൂരിലെ ആശുപത്രിയും പൂടങ്കലിലെ ആശുപത്രിയും അതോടൊപ്പം തന്നെ ജില്ലാ ആശുപത്രിയും എല്ലാം തന്നെ പ്രവർത്തിച്ചിരുന്നത്.
കൃത്യമായി മുന്നൊരുക്കം നടത്തി ഏകോപനം നടത്തി എവിടെയാണ് ജീവനക്കാരുടെ കുറവ് എന്നെല്ലാം തന്നെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവിടത്തേക്ക് ജീവനക്കാരെ നിയമിക്കുന്നതിനും മറ്റു സ്ഥലങ്ങളിൽ നിന്ന് സ്ഥലം മാറ്റി കൊണ്ടുവരുന്നതിനുമെല്ലാം ഉൾപ്പെടെയുള്ള ഇടപെടൽ നടത്താറുണ്ട്. അത്തരം ഏകോപനത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ വളരെ കൃത്യമായി പോയിരുന്നത്.